നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അലീനയുടെയും മനുഷ്യങ്കറിന്റെയും വരാൻ പോകുന്ന ദിവസത്തെ കഥകളൊക്കെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ബാലൻ തന്റെ അവസാന വാക്കുന്നോടെ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മകളെയും വിളിച്ചോണ്ട് ഇവിടുന്ന് പോയിക്കോ ഉദയഭാനു, ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ടാന്ന്. പക്ഷെ അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാണ്ട് ശ്രീകല ഉദ്ദേശിച്ചില്ല. ശ്രീകല പറഞ്ഞു, എന്റെ മോളെ എങ്ങോട്ടും ഇല്ല, അവളെ ഞങ്ങൾ എങ്ങോട്ടും വിളിച്ചോണ്ട് പോകുന്നില്ല, അവൾ ഇവിടെ തന്നെ നിൽക്കും ആനന്ദിന്റെ ഭാര്യയായിട്ട്. അവൾ ആനന്ദിന്റെ ഭാര്യ, വിവാഹ ബന്ധമൊന്നും വേർപ്പെടുത്തിയിട്ടൊന്നുമില്ല, പിന്നെ എന്തിനു വിളിച്ചോണ്ട് പോണം. അപ്പോഴേക്കും കോമതി പറഞ്ഞു, ദേ മര്യാദയ്ക്ക് വിളിച്ചോണ്ട് പോകുന്ന ശ്രീകല നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്റെ മോളെ ഞങ്ങൾ കൊണ്ടാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല, ആനന്ദിന്റെ ഭാര്യയാണെങ്കിൽ അവൾ ഇവിടെ തന്നെ നിൽക്കൂന്ന് പറഞ്ഞു. അങ്ങനെ വിട്ടുകൊടുക്കാൻ ശ്രീകല ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ശ്രീദേവി നിന്ന് കരയുവാണ്. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, ബാല എന്റെ മോളെ പറഞ്ഞു വിടല്ലേ, അവള് പാവാ, ഞാൻ പറഞ്ഞല്ലോ അവള് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്. ഉദയഭാനു, ഇനി നിങ്ങളുടെ നാടകവും കാര്യങ്ങളൊന്നും ഇവിടെ വേണ്ട. ഞാനെന്ത് പറഞ്ഞു, മര്യാദയ്ക്ക് ഇറങ്ങിക്കോണം, ഈ വീട്ടിൽ ഇനി നിങ്ങളെ കണ്ടുപോയേക്കല്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീദേവി ബാലന്റെ കാലിലേക്ക് പോയി വീഴുവാണ്. അച്ഛാ പ്ലീസ് അച്ഛാ, എന്നോട് ക്ഷമിക്കച്ചാന്ന് പറഞ്ഞ ആ കാലിലേക്ക് പിടിക്കുമ്പോഴത്തേനും ബാലൻ പറഞ്ഞു, വേണ്ട, ഇനി നിന്റെ അഭിനയൊന്നും വേണ്ട, മര്യാദയ്ക്ക് നീ നിന്റെ അച്ഛനും അമ്മയോടൊപ്പം പോയിക്കോണം. ഒന്നുവല്ലേലും നിനക്കെങ്കിലും സത്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നു. ഞാൻ നിന്നെ മരുമകളായിട്ടല്ല മകളായിട്ടല്ല കണ്ടതെന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ശ്രീദേവി നേരെ ആനന്ദിന്റെ അടുത്തേക്ക് വന്നു. ആനന്ദേട്ട പ്ലീസ് ആനന്ദേട്ട, എന്നെ പറഞ്ഞു വിടലെന്ന് പറ ആനന്ദേട്ട, ഞാനിനി ഒരു തെറ്റും ചെയ്യത്തില്ല ആനന്ദേട്ടാന്ന് പറഞ്ഞ് കൈ കൂപ്പാണ്. അത് കണ്ടപ്പോ സഹിച്ചില്ല ശ്രീകലിക്ക്. നീ എന്തിനാ മോളെ വല്ലവരുടെ മുന്നിൽ പോയി ഇങ്ങനെ കൈ കൂപ്പുന്ന, അതിന്റെ ആവശ്യമൊന്നുമില്ല. ആനന്ദിന്റെ മുന്നിലും ബാലന്റെ മുന്നിലൊന്നും കൈ തൊഴേണ്ട കാര്യമൊന്നും നിനക്കില്ല. നീ ഒരിടത്തേക്കും പോകുന്നില്ല, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോഴേക്കും ഗോമതി ശ്രീദേവിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ നീ. അമ്മേ പ്ലീസ് അമ്മേ, എന്നെ പറഞ്ഞു വിടല്ല അമ്മേ. പിന്നീട് മീനാക്ഷിയുടെ മിത്രയുടെയൊക്കെ അടുത്തേക്ക് എന്നിട്ട് നിങ്ങൾ പറ, എന്നെ പറഞ്ഞു വിടലെന്ന് പറയാൻ പറഞ്ഞു. കൈ കൂപ്പി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനും മീനാക്ഷിക്കും മിത്രയ്ക്കും ഒക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവർക്കും ഭയങ്കര സങ്കടമായി. ഒന്നും പറയാൻ പറ്റില്ല, കാരണം ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവുമെന്ന് അവർക്കും അറിയാം. അവരൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഗോമതി അങ്ങോട്ട് വന്നു. ഗോമതി വന്നിട്ട് ശ്രീദേവിയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. വാടി ഇങ്ങോട്ടേക്കെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വലിച്ചു. എന്നിട്ട് കഥ അങ്ങ് തുറന്നു പുറത്തേക്ക് തള്ളുവാണ്. അപ്പോഴേക്കും ഉദയഭാനും ശ്രീകല വന്നു. ശ്രീകല വന്നിട്ട് എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്, ഇറങ്ങിക്കണം, ഒരു നിമിഷം പോലും ഒന്നിനെ ഈ വീട്ടിൽ കണ്ടേക്കല്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ ഇറക്കി വിട്ടു. ശ്രീദേവി കഥയെ മുട്ടി വിളിക്കുകയാണ്, അമ്മേ തുറക്കമ്മേ പ്ലീസ് അമ്മേ, അമ്മേ കഥ തുറക്കമ്മേ, ഇറക്കി വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കഥകയിലേക്ക് ഇങ്ങനെ ചാരിക്കിടന്ന് കരയുവാണ്. പക്ഷേങ്കില് ഗോമതി കഥ തുറന്നില്ല. ശ്രീദേവി പൊട്ടി കരയുമ്പത്തേനും ശ്രീകല പറഞ്ഞു, മോൾ എന്തിനാ വിഷമിക്കണേ, മോള് ഒന്നും വേണ്ട, ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. പിന്നീട് ശ്രീകല തന്റെ അടുത്ത അടവ് അങ്ങോട്ട് എടുക്കുവാണ്. ഉദയഭാനുവൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പത്തേനും ശ്രീകല അവിടെ ഒന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, അങ്ങനെ എന്റെ മോളെ പുറത്താക്കാന്ന് വിചാരിക്കണ്ടേ, ആരും അങ്ങനെ സൂചിച്ച് ജീവിക്കണ്ട, അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോകാനും പോകുന്നില്ല, എന്റെ മോളെ നിങ്ങൾക്ക് അങ്ങനെയൊന്നും പുറത്തിറക്കി വിടാൻ പറ്റത്തൊന്നുമില്ല, എന്റെ മോൾ ഇവിടുന്ന് ഒരിടത്തേക്കും പോകത്തില്ല എന്ന് പറഞ്ഞു. ഈ ഒച്ചപ്പാടും ബേളമൊക്കെ ദേവമംഗലത്തുള്ളവർ കേട്ടു. ആദ്യം ഇറങ്ങി വന്നത് രാജശ്രീയാണ്. ഇതെന്ത് പറ്റി? അപ്പോഴേക്കും അച്യുതനും വന്നു. ഇന്ദിരാമ്മ എല്ലാവരും കൂടെ വരുവാണ്. അവർക്കൊന്നും മനസ്സിലായില്ല. എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. അത് ശരിയാ, എന്തോ കാര്യമുണ്ട്. ശ്രീദേവി പുറത്തിരുന്ന് കരയുന്നുണ്ട്. ഉദയഭാനു ശ്രീകലയും ഉണ്ട് അടുത്ത് തന്നെ. ശ്രീകല പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്ത ക്രൂരതയുണ്ടല്ലോ എൻ്റെ മോളോട്, ഇതങ്ങനെ ക്ഷമിക്കൂന്ന് ഞാൻ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോഴേക്കും അടുത്ത വീട്ടിൽ അയലക്കത്തുള്ളവരൊക്കെ പതുക്കെ തലവൊക്കി തുടങ്ങി. എല്ലാവരും വന്നിങ്ങനെ വേലിക്കൽ അരിയിലേക്കിട്ട് മതിലിൻ്റെ അവിടേക്കായിട്ട് നോക്കുവാണ്. എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം നടക്കുമെന്ന് മനസ്സിലായി. അപ്പോഴേക്കും അച്യുതൻ ഉദയഭാനുവിനെ വിളിച്ചങ്ങോട്ട്. ഉദയഭാനു ശ്രീകലയും കൂടെ അവിടേക്ക് ചെന്നു. അച്യുതൻ ചോദിച്ചു, അല്ല എന്താ കാര്യം, എന്താ എന്ത് പറ്റി, ഇവിടെ എന്താ കിടന്ന ഒച്ചപ്പാടും ബേളമൊക്കെ ഉണ്ടാക്കുന്നേ? ഒന്നും പറയണ്ട എൻ്റെ അച്യുത, എൻ്റെ മോളെ ഒരു കാരണമില്ലാതെ പുറത്താക്കിയിരിക്കുക എന്ന് പറഞ്ഞു. ഉദയഭാനു, ഒരു കാരണമില്ലാതെ പുറത്താക്കിയോ? ശ്രീകല പറഞ്ഞു, അതെ, എൻ്റെ മോളെ ഒരു കാരണമില്ലാതെ ആ ഗോമതിയും ബാലനും എല്ലാവരും കൂടി ചേർന്ന് പുറത്താക്കിയിരിക്കുക. അച്യുതൻ പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ, ഒരു കാരണമില്ലാതെ ഒരു പെണ്ണിനെ പുറത്താക്കാനോ? ഇതങ്ങനെ നിങ്ങളെ വെറുതെ വിടല്? അതെ, അങ്ങനെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. എന്താണെങ്കിലും ഞങ്ങളുടെ മോൾക്ക് നീതി കിട്ടിയാൽ മതിയാവുള്ളൂ. അപ്പോഴേക്കും ധർമ്മം വന്നിട്ട് പറഞ്ഞു, എന്താണെങ്കിലും അളിയൻ അങ്ങനെ വെറുതെ ഒരാളെ പുറത്താക്കില്ല, അതിന് തക്കതായ എന്തേലും കാരണം കാണും. അച്യുതൻ പറഞ്ഞു, എന്ത് കാരണം? കണ്ടില്ലേ, അപ്പൊ അവിടെ കുറെ ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു, നിങ്ങളെല്ലാരും കാണണം. ദേവമംഗലത്തിലെ ബാലൻ ഭയങ്കര നീതിമാനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേ, സ്വന്തം മരുമോളെ നിഷ്കരണം വലിച്ചു പുറത്തേക്ക് ഇട്ടിരിക്കുന്നേ, എന്നിട്ട് എല്ലാരും കൂടെ കഥ കടിച്ച് അകത്തിരിക്കുക.
ഉം. ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതിയിട്ടായിരിക്കും. അപ്പോഴേക്കും രാജശ്രീ വന്നിട്ട് ചോദിച്ചു, അല്ല ശ്രീകലെ, എന്താ കാരണം എന്താ? ഒരു കാരണവും ഇല്ല, വെറുതെ ഓരോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് അവരെന്റെ മോളെ പുറത്താക്കിയിരിക്കുന്നേ. അവർക്കിപ്പോ എന്റെ മോളെ വേണ്ട, ആനന്ദിനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കാനാന്ന് തോന്നേ, അതുകൊണ്ടാന്ന് തോന്നേ അവരെന്റെ മോളെ പുറത്താക്കിയിരിക്കുന്നത്. ഒരു കള്ളക്കഥയും കൂടെ അങ്ങോട്ട് പടച്ചു വിടുവാണ്. അതേസമയം ശ്രീദേവി അവിടെ ഇരുന്ന് കരയുവാണ്. ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ശ്രീദേവിയുടെ സമനില തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. ആ വീട് വിട്ടിറങ്ങുന്നതിനെ കുറിച്ച് ശ്രീദേവിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഇന്ദിരാമ പറഞ്ഞു, അല്ല അതെങ്ങനെ ശരിയാവും? ബാലനും ഗോമതിയൊന്നും ഒരിക്കലും ചെയ്യില്ല, ഗോമതി ഒരിക്കലും അങ്ങനെ ഇറക്കി വിടത്തില്ല, എന്തോ ഒരു കാരണം ഉണ്ടെന്ന് പറഞ്ഞു. രാജശ്രീ പറഞ്ഞു, എന്ത് കാരണം? അഹങ്കാരം അല്ലാതെ എന്താ? ഇവിടുന്ന് അനുവിന്റെ കയ്യെ പിടിച്ചു പോയത് എല്ലാരും കണ്ടല്ലേ. അതുപോലെ ഇപ്പം ശ്രീദേവിനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അച്യുതന് ഭയങ്കര സന്തോഷമാണ്. കാരണം കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കുവായിരുന്നു അച്യുതന്. കുളംകലയ്ക്ക് മീൻ പിടിക്കാൻ തയ്യാറായിട്ട് അച്യുതന് കിട്ടിയ അവസരം മുതലാക്കുവാണ്. എങ്ങനെയെങ്കിലും ബാലിനെ നാണം കെടുത്തണം. തന്നെയും തന്റെയും കുടുംബത്തെ നാണം കെടുത്തിയതല്ലേ, അപ്പൊ ഇത് കിട്ടിയൊരവസരമാണ്, ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല, നല്ല പണി തന്നെ കൊടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അച്യുതൻ എന്ത് ചെയ്തു, ഉദയഭാനുവിനെ പിരികേറ്റി കൊടുത്തു. ദേ ഉദയഭാനു സാറേ, വെറുതെ വിടല്ല, നിങ്ങൾ ഒരു കാരണവശാലും അങ്ങനെ പോകാൻ പാടില്ല, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പൊരുതണമെന്ന് പറഞ്ഞു. എന്തിനാ നിങ്ങളുടെ മോളെയും കൂട്ടിക്കൊണ്ട് പോന്നേ? ആനന്ദിന്റെ ഭാര്യയല്ലേന്ന് ചോദിച്ചു. അതെ, അത് തന്നെ ഞങ്ങൾ ചെയ്യാൻ പോന്നേ. പിന്നീട് സിറ്റ് ഔട്ടിലേക്ക് ചെന്നു. സിറ്റ് ഔട്ടിലേക്ക് എന്നിട്ട് അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ എന്തായാലും ഇവിടെ സത്യാഗ്രഹ സമരം നടത്താൻ തീരുമാനിച്ചു, എന്റെ മോളെ കൊണ്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല. എന്റെ മോളെ അകത്ത് കയറ്റാതെ ഞങ്ങൾ ഇവിടുന്ന് പോകത്തുമില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ അകത്ത് ബാലനും ഗോമതി എല്ലാവരും കേൾക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര വിഷമമായിപ്പോയി, എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ആനന്ദ് സങ്കടപ്പെട്ടിരിക്കുക. അപ്പോഴേക്കും മീനാക്ഷി എന്നിട്ട് ഗോമതിയോട് പറഞ്ഞു, അമ്മേ, ശ്രീദേവി അടുത്ത് പുറത്താക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ശ്രീദേവി ചേച്ചി പാവല്ലേ, ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞല്ലോ, അവരുടെ അച്ഛനും അമ്മയും ചെയ്ത തെറ്റിന് ശ്രീദേവി ചേച്ചി ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ഗോമതി പറഞ്ഞു, മിണ്ടരുത്, ആർക്കും അവളുടെ സപ്പോർട്ട് വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. അവൾക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഒരു വാക്കെങ്കിലും നേരത്തെ തുറന്നു പറയായിരുന്നു, പക്ഷെ അവള് പറഞ്ഞില്ലല്ലോ, പിന്നെ നീയൊക്കെ എന്തിനാ അവൾക്ക് സപ്പോർട്ട് ചെയ്യുന്നേ? അല്ലമ്മേ, അത് പിന്നെ മിണ്ടരുത്. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, എന്നാലും ഇത്ര ക്രൂരമായിട്ട് അവർക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു? ഇപ്പോഴും കണ്ടില്ലേ, അവർ ചെയ്ത അത്രയും വലിയ തെറ്റിനെ ന്യായീകരിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നേ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആര്യം പറഞ്ഞു, അത് ശരിയാ, പുറത്ത് കിടന്ന് ഭയങ്കര ഒച്ചപ്പാടും വേടോ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇത്ര ജല്ലിക്കൂടെ നോക്കി കഴിയുമ്പോൾ ആൾക്കാരെല്ലാം കൂടി നിൽക്കുന്നു. അവരെല്ലാവരും കൂടെ ഇങ്ങനെ നോക്കിയിട്ട് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്ര പെട്ടെന്ന് എന്നിട്ട് ബാലനോടായിട്ട് പറഞ്ഞു, അങ്കളെ, പുറത്ത് അടുത്ത വീട്ടിലെ ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നുണ്ട്, ദേ ശ്രീദേവിയേച്ചി ഒന്നും പോയിട്ടില്ല, അവർ സിറ്റ് ഔട്ടിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടതും ഗോമതി വന്ന് ഞാൻ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് അവളുടെ കയ്യെ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി വിടാൻ പോവാ. അപ്പോഴേക്കും ബാലൻ തടഞ്ഞു, വേണ്ട ഗോമതി, നീ ഇപ്പൊ അഭിയോഗമൊന്നും കാണിക്കണ്ട, പുറത്ത് ആൾക്കാരൊക്കെ ഉണ്ട്, എല്ലാരും നോക്കിയിരിക്കുക, കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്ന കാണാൻ പറ്റി, പ്രത്യേകിച്ച് കൃഷ്ണമംഗലംകാര്, കാരണം അവർക്കൊക്കെ സന്തോഷമാവെന്നറിയാം. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, ആകെപ്പാടെ നാണക്കേടായല്ലോ ബാലേട്ട, എന്നാലും ഇത്രയ്ക്ക് വലിയൊരു ചതി. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു, ഞാനല്ലേ എല്ലാത്തിനും കാരണക്കാരൻ, ഞാനല്ലേ ഈ ബന്ധം കൊണ്ടുവന്നേ. ഞാൻ പറഞ്ഞു, എൻ്റെ മോൻ അനുസരിച്ചു. എടാ, നിനക്ക് എന്നോട് ദേഷ്യം തോന്നില്ലേ? ഇല്ലച്ചാ, അച്ഛനും ചതിയപ്പെടുവല്ലേ ചെയ്തേ, അച്ഛനെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നല്ലോ, അച്ഛനും അമ്മയും വിഷമിക്കുമൊന്നും വേണ്ട, സാരമില്ല, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, ഇതിങ്ങനെയൊന്നും വെറുതെ പോകുന്നു തോന്നില്ല, അതെ, ഇനിയിപ്പോൾ അവർ കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ, കോമതി പറഞ്ഞു, കൊടുക്കട്ടെ, പരാതി കൊടുക്കട്ടെ, ബാക്കി എന്താണെന്ന് എനിക്കറിയാം. അപ്പോഴേക്കും അവിടെ ഉദയഭാനുവിൻ്റെ ഒക്കെ ഒച്ചൻ ബഹളം കേട്ടു. ബാലൻ പറഞ്ഞു, ഞാനും കൂടെ ഇറങ്ങിച്ചെല്ലാന്ന് പറഞ്ഞിട്ട് ബാലൻ കഥ തുറന്ന് ഇറങ്ങി വരുമ്പോഴത്തേനും കൃഷ്ണമംഗലത്തുള്ളവരെല്ലാവരും അവിടെ ചുറ്റും കൂടെ നിൽക്കുന്നുണ്ടോ, പിന്നെ അടുത്ത വീട്ടിലെല്ലാവരും നിൽക്കുന്നുണ്ടോ. അപ്പോഴേക്കും അകത്തുനിന്ന് എല്ലാവരും കൂടെ ഇറങ്ങി വരുവാണ്. ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലന്റെ അടുത്തേക്ക് അടുത്ത വീട്ടിലുള്ള ഒന്ന് രണ്ട് പേര് വന്നിട്ട് ചോദിച്ചു, ഇതെന്താ ബാല, ഇത് നിങ്ങളുടെ മരുമകളല്ലേ ഇത്, നിങ്ങൾ എന്തിനാ ഇവരെ ഇറക്കി വിട്ടിരിക്കുന്നത്, ഒരു കാരണമില്ലാതെ ഇറക്കി വിട്ടിരിക്കുന്നത്, ഇത് കുറച്ച് കഷ്ടമാട്ടോ, ഇതെന്താ ഇവിടെ നിയമവും കാര്യങ്ങളൊന്നും ഇല്ലേ? ബാലന് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രസംഗിക്കുന്നതാണല്ലോ, കഴിഞ്ഞ ദിവസം ലൈവിൽ സ്വന്തം മോളെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്നിട്ട് ഇങ്ങനെയാണോ മരുമകളോട് കാണിക്കണേന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് കടന്ന് ദേഷ്യപ്പെടുവാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു, ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നം, വെറുതെ ആരും ആരെ ഇറക്കി വിട്ടിട്ടില്ല, അവൾ ഒരു തെറ്റ് ചെയ്തു, അവളുടെ കുടുംബം തെറ്റ് ചെയ്തതിന്റെ പേരിൽ അവളെ ഇറക്കി വിട്ടിരിക്കുന്നത്, ഇതിന്റെ പേരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാന്ന് പറഞ്ഞു. ഞാൻ തെളിവ് സഹിതം തരാന്ന് പറഞ്ഞപ്പം എല്ലാവരും പരസ്പരം നോക്കുവാണ്. അപ്പോഴേക്കും രാശ്രീ അച്യുതനോട് പറഞ്ഞു, അച്യുതേട്ടാ, അല്ല എന്തായിരിക്കും പോലും കാരണം? ഉദയഭാനു വലിയ കോടീശ്വരനകത്തേക്കല്ലേ പറഞ്ഞിരിക്കുന്നത്,
അയാളെ ബാലൻ ഇറക്കി വിടണമെങ്കിൽ അതിന് തക്കതായ കാരണം കാണുമല്ലോ. അതെ, അതാ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം മനസ്സിലായി. എന്താണെങ്കിലും ദേവമംഗലം തകരാൻ പോവാന്ന്. ദേവമംഗലത്തില് ഇനിയിപ്പോ സന്തോഷത്തിന് നാളുകളൊന്നും ഉണ്ടാവത്തില്ല. ഈ ഒരു കാര്യം മാത്രം മതി ബാലൻ തകർന്നു പോവാന്. അതും പറഞ്ഞുകൊണ്ട് കൃഷ്ണമംഗലത്തുള്ളവര്, അതായത് കൃഷ്ണമംഗലത്തുള്ള എല്ലാരും പറയാൻ പറ്റില്ല, അച്യുതനും രാജശ്രീയൊക്കെ സന്തോഷിക്കുകയാണ്. പക്ഷെ ഇന്ദിരാമ്മയ്ക്കൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. എന്താ ഏതാ സംഭവം എന്ന് അറിയത്തില്ല. ഒടുവില് ബാലനെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തി കഴിയുമ്പോഴാണ് ബാലൻ ആ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്. തന്നോട് ഉദയഭാനും കുടുംബവും ചെയ്ത ചതി. ആൾക്കാരൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ് അവിടെ. പക്ഷെ അച്യുതനൊക്കെ സന്തോഷമായി. ബാലിന് നല്ല പണി തന്നെയാണല്ലോ കിട്ടിയേക്കുന്നൊക്കെ ഓർത്തിട്ട്. അതിന്റെ കഥകളൊക്കെ കാണാൻ പോകുന്ന ഇനി എന്തായി തീരുമെന്ന് അറിയത്തില്ല. ഒടുവില് ശ്രീദേവിയെ സ്വീകരിക്കാനായിട്ട് വീണ്ടും ആനന്ദ് തയ്യാറാകുമോ അറിയില്ല. അപ്പൊ അതിന്റെ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.